പിൽഗ്രിം ചാപ്റ്റർ 6 ഇന്ന് വിശദമാക്കുന്നത് കാസർഗോഡുള്ള മാലിക് ദിനാർ മോസ്കിനെ കുറിച്ചാണ്. ഇത് കാസർഗോഡ് ടൗൺ. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും 3.5 കിലോമീറ്റർ മാറി തളങ്കരയിലാണ് ചരിത്രപ്രസിദ്ധമായ മാലിക് ദിനാർ എന്ന മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിനായി വന്ന ആദ്യത്തെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്ന മാലിക് ദിനാർ പണ്ഡിതനും സഞ്ചാരിയുമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം മതം കൊണ്ടുവന്ന മാലിക് ഇബ്നു ദിനാർ അല്ലെങ്കിൽ മാലിക് ബിൻ ദിനാർ AD 624 12 വ്യാപാര കൂട്ടാളികളുമായാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. AD 642 ചരിത്രപ്രസിദ്ധമായ മാലിക് ഇബിൻ മസ്ജിദ് പണിയെഴുപ്പിച്ചതെന്ന് മസ്ജിദിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാലിക് ബിൻ ദിനാറിൻ്റെ പിൻഗാമിയായ മാലിക് ബിൻ മുഹമ്മദിൻ്റെ ഖബർ ഈ മസ്ജിദിലാണ്. ഇസ്ലാം മതവിശ്വാസികൾ ഈ പള്ളി വളരെ പരിപാവനമായി കരുതിപ്പോകുന്നു. മാലിക് ബിൻ ദിനാർ മസ്ജിദിൽ 3 വർഷത്തിലൊരിക്കലാണ് ഉറൂസ് മഹോത്സവം നടക്കുന്നത്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഉറൂസുകളിലൊന്നായ ഈ ഉത്സവത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നു. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ ഉത്സവത്തിൽ പതാക ഉയർത്തൽ, അന്നദാനം, സിയാറത്ത് എന്നിവയാണ് പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ. 2018 ഈ പള്ളി പുതുക്കി പണിയുകയുണ്ടായി. മാലിക് ബിൻ ദിനാർ മസ്ജിദിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പുണ്യസ്ഥലത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു.